നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് സുരേഷ് ഗോപി സ്ഥിരമായി വിവാദങ്ങളിലായിരുന്നു. ഈ വിവാദങ്ങളുടെ എല്ലാം പശ്ചാത്തലം മാധ്യമങ്ങളോട് സംസാരിക്കാനും മാധ്യമങ്ങൾ ബൈറ്റെടുക്കാനും നിന്നതും ഒക്കെ തന്നെയായിരുന്നു നമുക്കറിയാം. സുരേഷ് ഗോപി എങ്ങോട്ട് പോയാലും വാർത്തയാക്കുക, സുരേഷ് ഗോപി മറുപടി പറയാൻ ശ്രമിച്ചാൽ അത് വലിയ രീതിയിൽ പ്രകോപനമുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കുക, സുരേഷ് ഗോപിയുടെ വഴിതടഞ്ഞു നിൽക്കുക, വഴിതടഞ്ഞു നിന്നൊരു മാധ്യമപ്രവർത്തകയെ തോളിൽ തട്ടിയതിന് സുരേഷ് ഗോപിക്കെതിരെ പീഡന പരാതി വരെ എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരുന്നു. എന്നാൽ സുരേഷ് ഗോപി മാധ്യമങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ അകലം പാലിച്ചതോടുകൂടി മാധ്യമങ്ങൾ ഇപ്പോൾ സുരേഷ് ഗോപിയെ വലിയ രീതിയിൽ ആക്രമിക്കുന്നില്ല. സുരേഷ് ഗോപി തോളിൽ തട്ടിയതിനെ അല്ലെങ്കിൽ മാറി നിൽക്കാൻ, തന്റെ വഴി മറഞ്ഞു നിൽക്കുന്ന ആളെ ഒന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചതിനെ ഏതൊക്കെ തരത്തിലാണ് വ്യാഖ്യാനിച്ചത്. സുരേഷ് ഗോപി ഒരു ഗർഭിണിയുടെ വയറ്റിൽ തൊട്ടതടക്കമുള്ള കാര്യങ്ങൾ അവർക്കാർക്കും പരാതിയില്ലെങ്കിലും നാട്ടുകാർക്കും മാധ്യമങ്ങൾക്കും വലിയ പരാതിയായിരുന്നു. ആ പരാതിയുടെ അവസാനമാണ് സുരേഷ് ഗോപി വലിയ രീതിയിൽ ഒരു ആക്രമണ സ്വഭാവത്തോടെ സംസാരിക്കാൻ തുടങ്ങിയത്. അത് അതിലും വലിയ വാർത്തയാക്കി. എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനെയൊക്കെ വേറെ ഏതെങ്കിലും തരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് വാർത്ത ചമയ്ക്കുക കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു സ്ഥിരം ശൈലിയായിരുന്നു. സുരേഷ് ഗോപി ആകട്ടെ മാധ്യമങ്ങളിൽ നിന്ന് അകലം പാലിച്ചെങ്കിലും ജനങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരേഷ് ഗോപിയെ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചിട്ടുള്ളത് സിനിമാ രംഗത്തു നിന്നുള്ള കെ ബി ഗണേഷ് കുമാർ തന്നെയാണ്. നമുക്കറിയാം. എന്നിട്ട് കഴിഞ്ഞ ദിവസം കെ ബി ഗണേഷ് കുമാർ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു, ഞാൻ വെറുതെ ഒന്ന് ഇളക്കാൻ പറഞ്ഞതാണ്, കാര്യമൊന്നുമില്ല എന്നും. സുരേഷ് ഗോപി ആരെയും സഹായിക്കില്ല, ഇപ്പോഴാണ് സഹായിച്ചു തുടങ്ങിയത് എന്നൊക്കെ പറയുന്നു. എന്നാൽ സോഷ്യൽ മീഡിയ അതും പൊളിച്ചു കൊടുത്തു. സോഷ്യൽ മീഡിയ പഴയ കാലത്ത്, അതായത് സുരേഷ് ഗോപി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആദ്യമായി സിനിമയ്ക്ക് പോകുമ്പോൾ തൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്ത ആഹാരം അന്ന് മണിയൻപിള്ള രാജുവിന് ഷെയർ ചെയ്തത് അടക്കമുള്ള കാര്യങ്ങൾ യാതൊരു പരിചയമില്ലാതിരുന്നിട്ടും വിശന്ന് പറഞ്ഞ മണിയൻപിള്ള രാജുവിന് ആ ആഹാരം ഷെയർ ചെയ്ത് അടക്കമുള്ള കാര്യങ്ങൾ ഓരോ ഘട്ടത്തിലും ഓരോ സിനിമാ സെറ്റുകളിൽ നടന്ന കാര്യങ്ങൾ ഒക്കെ പറയുമ്പോൾ പുറത്തു വരുമ്പോൾ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ കെ ബി ഗണേഷ് കുമാർ സാധാരണഗതിയിൽ ഈ പുരുഷന്മാർക്ക് കുശുമ്പില്ല, അസൂയയില്ല എന്നൊക്കെയാണ് പണ്ട് തൊട്ടേ എല്ലാവരും പറയുന്നത്. സ്ത്രീകൾക്ക് മാത്രമാണ് അസൂയ എന്ന് പറയും. സ്ത്രീകൾ സ്ത്രീകളെ വിമർശിച്ചാൽ ഉടൻ പറയും അത് അസൂയയാണെന്ന്. ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളെ സ്ത്രീകൾ സ്ത്രീകളെയാണ് വിമർശിക്കുന്നതെങ്കിൽ പറയും. പുരുഷൻ പുരുഷനെ വിമർശിച്ചാൽ അത് നിലപാടാണെന്നും പറയും. അതെന്തിൻ്റെ അടിസ്ഥാനമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഗണേഷ് കുമാർ പിറകെ നടന്ന് സുരേഷ് ഗോപി ആക്രമിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് വെറും അസൂയ തന്നെയാണ്. കാരണം ഇത്രയും വർഷം രാഷ്ട്രീയ രംഗത്ത് നിന്നിട്ടും ലഭിക്കാത്ത BJP-യിൽ നിന്നുകൊണ്ട് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇടത് വലത് മുന്നണിയിൽ നിന്ന് പൊരുതിയിട്ടും തനിക്ക് സംസ്ഥാനത്തെ ഒരു മന്ത്രി ആകാൻ മാത്രമേ കഴിയുന്നുള്ളൂ. എന്നാൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവുന്നു. ജനങ്ങളെല്ലാം സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടുന്നു. സിനിമാ രംഗത്തു നിന്നുള്ളവരെല്ലാം സുരേഷ് ഗോപിക്ക് വളരെ, അവരുടെ പിറകിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ സുരേഷ് ഗോപിയോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു. ഇതൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഗണേഷ് കുമാർ എവിടെയൊക്കെ ഒന്ന് രണ്ട് വീട് വെച്ച് കൊടുക്കുകയോ ആരുടെയൊക്കെ വീട്ടിൽ പോവുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മളും കണ്ടതാണ്. അതായത് ഗണേഷ് കുമാർ സുരേഷ് ഗോപിയെ കോപ്പിയടിക്കാൻ ശ്രമിക്കുകയും പിറകെ നടന്ന് ആക്രമിക്കുകയും ചെയ്യുകയാണ്. ഗണേഷ് കുമാർ പണ്ട് മുതലേ പള്ളിയിലും ഒക്കെ പോകുന്ന ആളാണ്. സുരേഷ് ഗോപിയും പള്ളിയിൽ പോകുന്ന ആളായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ സുരേഷ് ഗോപി നേർച്ചക്കഞ്ഞി കുടിച്ചതിന് എത്ര വികലമായി ചിത്രീകരിക്കാനാണ് ഗണേഷ് കുമാർ ശ്രമിച്ചത്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗണേഷ് കുമാറിന്റെ മുഴുത്ത അസൂയയാണ് എന്നുള്ളതാണ്. ഗണേഷ് കുമാറിന് മുഴുത്ത അസൂയയാണ് സുരേഷ് ഗോപിയോട്, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ജഗദീഷുണ്ട്, പലരും രാഷ്ട്രീയത്തിൽ വന്നു പോയിട്ടുണ്ട്. രമേശ് പിഷാരടി അടക്കമുള്ളവർ അവരുടെ രാഷ്ട്രീയം വ്യക്തമായി പറയുന്നുണ്ട്. അവരോട് ആരോടുമില്ലാത്ത പ്രശ്നം സുരേഷ് ഗോപിയോട് മാത്രം കെ വി ഗണേഷ് കുമാറിന് ഉണ്ടാകുന്നുവെങ്കിൽ അത് അസൂയ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പരയിൽ പോയി പ്രശ്നം വെക്കേണ്ട കാര്യമില്ല. സുരേഷ് ഗോപിക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ട്, സ്ത്രീകളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ട്. ഗണേഷ് കുമാറിനെ പോലെയല്ല. മാത്രമല്ല നല്ലൊരു കുടുംബം, അത് സുരേഷ് ഗോപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്താണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഇന്റർവ്യൂവിൽ സുരേഷ് ഗോപിയെ പറയുന്നതൊപ്പം ഉമ്മൻചാണ്ടിയെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്താനായി ഗണേഷ് ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. തന്റെ കുടുംബം നഷ്ടപ്പെട്ടു പോയത് ഗണേഷ് കുമാർ പറയുന്നത് ഉമ്മൻചാണ്ടി കാരണമാണ് എന്നാണ്. ഉമ്മൻചാണ്ടി കാരണമല്ല, ഗണേഷ് കുമാറിന്റെ കുടുംബം നഷ്ടപ്പെട്ടെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് എല്ലാവർക്കും അറിയാം. യാമിനി തങ്കച്ചിയുമായി ആദ്യം മുതൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഗണേഷ് കുമാർ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ കുട്ടി ഉണ്ടായ ശേഷം ഉടൻ തന്നെ യാമിനി തങ്കച്ചി ഗണേഷ് കുമാറിൽ പിരിഞ്ഞുപോയി. കുറേ കാലം കഴിഞ്ഞ ശേഷം ജസ്റ്റിസ് ശ്രീദേവി ഇടപെട്ട് സംസാരിച്ചാണ് വീണ്ടും ഗണേഷ് കുമാറും യാമിനിയും ഒന്നിച്ചത്. അന്നും യാമിനിയുടെ ആരോപണം സ്ത്രീ വിഷയമായിരുന്നു, ഗണേഷ് കുമാറിന് മറ്റ് സ്ത്രീകളുമായുള്ള പരസ്ത്രീ ബന്ധമായിരുന്നു. അതിനുശേഷം രണ്ടാമത്
പ്രശ്നമുണ്ടാകുമ്പോഴും യാമിനി ഉന്നയിച്ച പ്രധാന കാരണം പരസ്ത്രീ ബന്ധമായിരുന്നു. മാത്രമല്ല ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് കാമുകിയുടെ ഭർത്താവ് അടിച്ചു എന്നുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു. ഇത്രയുമൊക്കെ കാരണം പോരെ ഒരു കുടുംബം ഇല്ലാതാകാൻ? അതിനെ ഉമ്മൻചാണ്ടി എന്ത് പിഴച്ചു? ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരാൾ കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ പറയുന്നത് കേട്ടു, ആരാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, രാത്രി മുഴുവൻ ഇരുന്ന് സംസാരിച്ച് തൻ്റെ ഉമ്മൻചാണ്ടിയെ നമുക്കറിയാം, ഉമ്മൻചാണ്ടി എപ്പോഴും കർത്തവ്യനിരതനായിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഈ പ്രശ്നമുണ്ടാകുമോ? എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു കാര്യം, ആ സമയത്തൊക്കെ ഞങ്ങളും ഈ രംഗത്ത് സജീവമായിരുന്നു, പത്രപ്രവർത്തന രംഗത്ത് റിപ്പോർട്ടറായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയുണ്ട്. മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ സമയത്ത് വളരെ കൃത്യമായി തന്നെ രാത്രി ഏതാണ്ട് ഒരു 1:30-ക്കോ 2 മണിക്കൊക്കെയാണ്, 1 മണിക്കോ 12 മണിക്കൊക്കെയാണ് ഗണേഷ് കുമാറിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് യാമിനി മുഖ്യമന്ത്രിയെ കാണാനായി പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രയേറെ സമയം അദ്ദേഹത്തിന്റെ ജോലിയെല്ലാം കഴിഞ്ഞ്, ഇത് വലിയ വിഷയമാണല്ലോ, അപ്പോൾ മണിക്കൂറുകളോളം വേണം സംസാരിക്കാൻ. അദ്ദേഹം തിരക്കൊക്കെ ഒഴിഞ്ഞ സമയം, മാധ്യമങ്ങൾ വലിയ സജീവമല്ലാത്ത സമയമൊക്കെ നോക്കി വേണമല്ലോ ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് ഒരു മുഖ്യമന്ത്രിയെ കാണാൻ പോകണമെങ്കിൽ പോകാൻ. അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടി ആ വിഷയം പരിഹരിക്കാൻ അദ്ദേഹം ശ്രമം നടത്തി. ബിജു രാധാകൃഷ്ണൻ ആലുവ ഗസ്റ്റ് ഹൗസിൽ വെച്ച് പറഞ്ഞ കാര്യം ഇന്ന് വരെ അദ്ദേഹം ഉമ്മൻചാണ്ടി മരിക്കും വരെ പുറത്തു പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ആക്രമണം നേരിട്ടപ്പോഴും ബിജു രാധാകൃഷ്ണൻ ഗണേഷിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഒരക്ഷരം പോലും അദ്ദേഹം പുറത്തു പറഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ധാർമ്മികതയ്ക്ക് ഉത്തരമാണ്. ആ ഉത്തരം നിലനിൽക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തെ പോലും പ്രതിസ്ഥാനത്ത് നിർത്താൻ ഗണേഷ് ശ്രമിക്കുന്നത്. ഇപ്പൊ കാണുന്ന ഒരു ദൃശ്യം നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. സെന്റ് മേരീസ് സ്കൂളിലെ ഒരു കുട്ടിയെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുന്ന ദൃശ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടോ പെൺകുട്ടിയുടെ സന്തോഷമൊക്കെ അതിന്റെ മുഖത്ത് കാണാം. ആരെങ്കിലും പറഞ്ഞതുകൊണ്ടോ വിവാദമാക്കിയതുകൊണ്ടോ സുരേഷ് ഗോപി അതിൽ നിന്നും ഒട്ടും പിന്നോക്കം പോയില്ല. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി ശരിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം ഇന്നും ജനഹൃദയങ്ങളിൽ വലിയ ആവേശത്തോടെ ജീവിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏത് ഗണേഷ് കുമാർ വിചാരിച്ചാലും പിറകെ നടന്ന് ശല്യം ചെയ്താലും അതിന് ഒരു കോട്ടവും തട്ടാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. ഗണേഷ് കുമാറിന്റെ സുരേഷ് ഗോപിയോടുള്ള അസൂയയ്ക്ക് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഗണേഷ് കുമാർ എത്ര തലകുത്തി പറഞ്ഞാലും കേന്ദ്രമന്ത്രിയാവില്ല എന്ന് ഗണേഷ് കുമാറിന് തന്നെ അറിയാം. കാരണം ഇനി അടുത്ത കാലത്തെങ്ങും ആരും അധികാരത്തിൽ വരാൻ ഒരിക്കലും CPM-ഉം കോൺഗ്രസും ഉൾപ്പെട്ട മുന്നണിയാണെങ്കിൽ പോലും അധികാരത്തിൽ വരാനുള്ള, ഇന്ത്യ മുന്നണിയാണെങ്കിൽ പോലും അധികാരത്തിൽ വരാനുള്ള സാധ്യതയില്ല. കോൺഗ്രസ് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാനുള്ള സാധ്യതയില്ല, ഇല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ചാടിയാൽ മതിയായിരുന്നു. ഇതൊന്നും നടക്കില്ല. അത് വളരെ കൃത്യമായി ഗണേഷ് കുമാറിന് അറിയാം. അല്ലെങ്കിൽ BJP-യിൽ ചേരണം. അതിനൊട്ട് ഗണേഷ് കുമാറിനെ BJP-യിലേക്ക് ചേരാനുള്ള ഒരു സാധ്യത ഉണ്ടാകാൻ സാധ്യതയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ കേന്ദ്രമന്ത്രിയാവില്ല. 2, സുരേഷ് ഗോപിയുടെ കുടുംബം. അതാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞത് തൻ്റെ കുടുംബത്തെക്കുറിച്ച് ആദ്യമായി സംസാരിച്ചത്, ഒരു പൊതുവേദിയിൽ സംസാരിക്കുന്നത് കേട്ടത് ഇത് തന്നെയാണ്. കാരണം സുരേഷ് ഗോപിയുടെ കുടുംബം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ മക്കളോടും ഭാര്യയോടുമുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ കാണുമ്പോൾ ഇപ്പൊ ഗണേഷ് കുമാറിന് കുശുമ്പും അസൂയയും കുന്നായ്മയും ഒക്കെ വരും. അതിനാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം മക്കളുമായി സ്നേഹമാണെന്നൊക്കെ പറയുമ്പോഴും ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷമല്ല എന്ന് നമുക്ക് ഇവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വ്യക്തമായും കൃത്യമായും പറയാൻ കഴിയുന്നത് ഗണേഷ് കുമാറിന് മുഴുത്ത അസൂയയാണ് സുരേഷ് ഗോപിയോട് എന്നുള്ളത്.